ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബിസിനസ് എല്ലാം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മള്? എന്നാൽ നന്നായി പൊക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയമുള്ളവരുണ്ടോ? ഇല്ലേ? ശരിയായ വഴിയിലാണോ പോകുന്നത്? അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ കൂടുതൽ അവസരങ്ങളുണ്ടോ? അങ്ങനെ പലതരത്തിൽ ആശയക്കുഴപ്പങ്ങളുള്ള ബിസിനസ് ഓണേഴ്സാണ്. എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ആൻസർ കണ്ടെത്താനുള്ള ഒരു ടെക്നിക്കാണ് സോട്ട് അനാലിസിസ്. എന്താണ് സോട്ട് അനാലിസിസ്? ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ പ്രയോജനപ്പെടുത്താം നമുക്ക് പഠിക്കാം. ഈ സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ ബിസിനസ്സിനെ 4 കണ്ണുകളിലൂടെ കണ്ടാൽ മതി. SWOT. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശക്തി, ദൗർബല്യം, സാധ്യതകൾ, ഭീഷണികൾ. സ്ട്രെങ്ത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ശക്തി, നമ്മുടെ ബിസിനസ്സിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന്റെ ഏറ്റവും നല്ല വശങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തിലാണ് മികച്ചു നിൽക്കുന്നത്, എന്താണ് നമ്മളെ മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും മികച്ചതാക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നമ്മൾ വ്യത്യസ്തരാകുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ സെയിൽസിന് ശേഷമുള്ള സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൈസിങ് ആയിരിക്കാം. അതെന്താണെന്ന് അനലൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീക്ക്നെസ്സുകൾ, ദൗർബല്യങ്ങളെ അനലൈസ് ചെയ്യണം. അത് വരുമ്പോൾ നമ്മുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ മെച്ചപ്പെടുത്തേണ്ട ഭാഗങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെയാണ്. ചിലപ്പോൾ കസ്റ്റമർ സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആയിരിക്കാം. എന്താണ് നമ്മുടെ ബിസിനസ്സിലെ പോരായ്മകൾ, എന്താണ് നമ്മുടെ ബിസിനസ്സിന്റെ ബാക്കിലോട്ട് വലിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. ഇത് കണ്ടെത്തലാണ് വീക്ക്നെസ് എന്ന് പറയുന്ന പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരികയാണെങ്കിൽ സാധ്യതകൾ. എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് വിപണിയിലേക്ക് മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പുറത്തേക്ക് വളരാനുള്ള വഴികൾ, എന്തൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും നമ്മുടെ ബിസിനസ്സിനെ. അത് ചിലപ്പോൾ ഒരു പുതിയ കസ്റ്റമർ ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ് ആയിരിക്കാം. ഇപ്പോൾ കൊറോണ കാലത്താണ് ഈ മാസ്ക്, ആ ഒരു സാഹചര്യത്തിൽ യൂട്ടിലൈസ് ചെയ്ത് മാസ്കിന്റെ കച്ചവടം തുടങ്ങിയ ആൾക്കാർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതാം. അല്ലെങ്കിൽ പുതിയ പുതിയ ട്രെൻഡുകൾ, ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഈ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മുടെ ബിസിനസ്സിനെ മെച്ചപ്പെടുത്താൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന സാധ്യത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് ത്രെഡ്സ്, ഭീഷണികൾ. പുറത്തുനിന്ന് നമ്മുടെ ബിസിനസ്സിന് വരാൻ സാധ്യതയുള്ള ഭീഷണികളും വെല്ലുവിളികളും എന്തൊക്കെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉപഭോക്താക്കളിൽ വരുന്ന മാറ്റങ്ങൾ, പുതിയ കോമ്പറ്റീറ്റേഴ്സ്, പ്രൈസിങ്ങുകൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ, മാർക്കറ്റിൽ ഫണ്ടില്ലാത്ത അവസ്ഥകൾ, ഇതെല്ലാമാണ് ത്രെഡ്സ് നമ്മുടെ ബിസിനസ്സിലുള്ള. ഇത് അനലൈസ് ചെയ്യുന്ന പാർട്ടാണ് ത്രെഡ്സ്, സോട്ട് അനാലിസിസ്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്നല്ലേ? ഇതൊക്കെ ചെയ്താലാണ് നമ്മുടെ ബിസിനസ്സിന്റെ ഒരു അവസ്ഥ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഇപ്പോഴുള്ള ഒരു വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. ഒരു വഴി കാട്ടുന്ന പോലെ തന്നെ. നമ്മുടെ ശക്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ദൗർബല്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാം. പുതിയ സാധ്യതകൾ വരുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തി ബിസിനസ് വളർത്തണം. അതുപോലെ തന്നെ നമുക്ക് മുന്നിൽ വരാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി നേരത്തെ ഇറക്കാൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ്സിനെ അനാവശ്യമായ റിസ്കുകളിൽ നിന്ന് മാറ്റി നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തിയൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. നമ്മുടെ പ്രാദേശിക ബിസിനസ്സുകൾക്കും ഇതെല്ലാം ഉപകാരപ്പെടാൻ പറ്റും. ഇത്ര നേരം നമ്മൾ തിയറി കേട്ട ഇനി ഒരു പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ? അപ്പോൾ ഒരു പേപ്പർ ഷീറ്റ് പേപ്പർ എടുക്കുക, ഒരു വലിയ പേപ്പർ എടുക്കുക, 4 കോളം വരയ്ക്കുക. ഓരോ കോളത്തിലും എഴുതേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 4 കോളത്തിനും പേര് കൊടുക്കുക. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഓർമ്മ വരുന്ന കാര്യങ്ങൾ. സ്ട്രെങ്ത്, നമ്മുടെ കഥയുടെ സ്ട്രെങ്ത് എന്താ, ഓരോ പോയിന്റ്സും താഴേക്ക് എഴുതാം. എന്തിലാണ് നമ്മൾ മികച്ചിരിക്കുന്നത്, ആ ഓരോ പോയിന്റ്സും നിങ്ങളുടെ സ്റ്റാഫ്, ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കടയിലെ സ്റ്റാഫിനെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കുക എന്താണ് നമ്മുടെ കടയുടെ പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന്. അപ്പോൾ ആ പോയിന്റ്സ് എഴുതിയെടുക്കുക. നമ്മുടെ ഈ ഒരു നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റാഫ് മാനേജേഴ്സ് ചിന്തിക്കുക. അപ്പോൾ ഇതിനൊരു കുറെ പോയിന്റ്സ് കിട്ടുമ്പോൾ നമുക്ക് 360 വ്യൂ അല്ലെങ്കിൽ 360 ഐഡിയ ഉണ്ട്. നമ്മുടെ ബിസിനസ് നോക്കി നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട തീരുമാനങ്ങൾ നേരത്തെ തന്നെ എടുക്കാൻ, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് സോട്ട് അനാലിസിസ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ആയിരുന്നു പ്രതീക്ഷിക്കുന്നത്. റെഡി അല്ലേ?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നിങ്ങൾ മനസ്സിലാക്കുന്ന ദൗർബല്യങ്ങളോ കാര്യങ്ങളോ എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.